ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ നിധി ജഡ്ജിന് മുന്നിൽ ഗൗതമിന് വേണ്ടി വാദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴേക്കും ഇവിടെ ജ്യോതിർമയുടെ വക്കീൽ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ ഞങ്ങളൊക്കെ വാദിച്ചതിന് പുറമെ പുറത്ത് നിന്നുള്ള ആൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിധി പറയാണ്, ഈ കോടതിക്ക് മുന്നിൽ നീതി കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഒരിക്കലും കുറ്റക്കാരനല്ല. യഥാർത്ഥ പ്രതി ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അതിനുള്ള ഒരു ചെറിയൊരു പ്രൂഫും കൂടി എനിക്ക് കണ്ടെത്താനുണ്ട്. അപ്പോൾ അതിലെ ഒരു വ്യക്തിയെ ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയ, അതായത് ഗൗതമിൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടയെ ആരാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ ഗുണ്ടയെ ഞാൻ ഇവിടെ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു ആളുടെ ഫോട്ടോ പുറത്ത് ആർക്കും മുന്നിൽ വ്യക്തമാക്കരുത്. ഇയാളുടെ പേരോ എനിക്ക് പറയാൻ ഇവിടെ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കോടതിക്ക് മുന്നിൽ ഞാൻ ഈ പേര് പറയുകയോ അതുപോലെ തന്നെ ഈ വ്യക്തിയെ പുറത്ത് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രതിയെ ഇല്ലാതാക്കുമെന്നുള്ളത്, ആ ഒരു കുറ്റവാളിയെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയനായ പ്രണവിനെ എനിക്ക് കണ്ടെത്താൻ കഴിയില്ലാത്തത് കൊണ്ട് കോടതിയോട് ഞാൻ ഒരു ദിവസത്തെ സാവകാശം ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. എൻ്റെ ഭർത്താവ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അത് ഈ കോടതിക്ക് മുന്നിൽ എനിക്ക് ഉറപ്പാണ്. അപ്പോഴേക്കും ഗൗതം പറയണേ, ഞാൻ ഈ ഒരു വേൾഡിലെ തന്നെ നല്ലൊരു ബിസിനസ്മാൻ ആണ്. എനിക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യം? ഗൗതം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്. ഞാൻ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ എൻ്റെ അനിയനെ അത് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതെല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പിന്നെ എന്തിന് എനിക്ക് എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയി ഒളിച്ചു വെക്കേണ്ട ആവശ്യം? അത് ഈ കോടതിക്ക് മുന്നിൽ ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ തന്നെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന് ഞാൻ സ്വത്തുക്കളെല്ലാം ഞാൻ എവിടെയും എഴുതി കൊടുക്കാൻ തയ്യാറാണെന്ന്. അതിനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് എന്തിന് എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടു പോകണം? അപ്പോൾ ഈ കോടതിക്ക് മുന്നിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തേണ്ടത് എനിക്കും ആവശ്യമാണ്. യഥാർത്ഥ പ്രതി ആരെന്ന് എനിക്കും അറിയാം. പക്ഷേ ആളെ മുഖം ഇപ്പോൾ ഇവിടെ പറയാനോ ആ ആളുടെ പേര് പറയാനോ ഞങ്ങൾ ഇഷ്ടപ്പെടാത്തത്. ആ പ്രതി എന്തായാലും രക്ഷപ്പെടാൻ ശ്രമിക്കും, പിന്നെ എൻ്റെ അനിയനെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ സമയം ശിവാനി പറയണേ, ഇതെന്താ ആൻറ്റി, ആകെ കൺഫ്യൂഷൻ ആവുന്നു, ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത്? നിധി പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ആകെ അത്ഭുതമായി തോന്നുന്നു. അപ്പോൾ ഇവരല്ലേ എൻ്റെ പ്രണവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ ജ്യോതിർമയി പറയണേ, അത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇവരുടെ വാക്കുകൾ. ഇത് മനഃപൂർവ്വം നമ്മളെ കുരിക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് പറയുന്നതാണ്. അവളുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ ഇല്ല, കഥ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജ്യോതിർമയുടെ ചെവിയിൽ ഇങ്ങനെ ഇവിടെ CKC പറയണേ, ഇനിയിപ്പോൾ ആരുടെ പേരാണാവോ, ആ ഗുണ്ടയുടെ പേരാണാവോ, അതാണാവോ ഇനിയിപ്പോൾ ഇവിടെ കോടതിക്ക് മുന്നിൽ അവൾ കാണിച്ചിട്ടുണ്ടാവുക. എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ല. ഇനി എന്തായാലും പേടിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ കുടുങ്ങുമോ എന്നൊരു സംശയം വന്നിരിക്കുന്നു. അപ്പോഴേക്കും ശിവാനി പറയണേ, ഇത് എന്താ ആൻറ്റി, ഇനിയിപ്പോൾ ഗൗതം രക്ഷപ്പെടുമോ? അപ്പോഴേക്കും ജഡ്ജി പറയണം, ഞാനൊരു കാര്യം കോടതിയുടെ മുന്നിൽ എല്ലാവർക്കും മുന്നിൽ ഞാനൊരു കാര്യം വെളിപ്പെടുത്തുകയാണ്. ഈ പറയുന്ന നിധി അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഓരോ വാദവും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രതിയെ, അതായത് ഈ ഒരു ഇവരുടെ അനിയനെ തട്ടിക്കൊണ്ടു പോയത് ഇവരല്ല എന്നുള്ളതും നിരപരാധിയായ ഒരാളെ പോലും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും ഞാനിവിടെ ഒരു കാര്യം തീരുമാനം എടുക്കുന്നത്, ഈ കുട്ടി ആവശ്യപ്പെട്ടതുപോലെയുള്ള ആ ഒരു ഡേറ്റ് ഈ കുട്ടിക്ക് ഞാൻ മുന്നിലോട്ട് നീക്കുന്നു. ഇവിടെ മുന്നിൽ ഈ കോടതിക്ക് മുന്നിൽ കാണിച്ചു തന്ന ആ ഗുണ്ടയുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിധിക്ക് ഒപ്പം നിന്ന് ജഡ്ജി ആ തീരുമാനം പറയണം. അത് കേൾക്കുന്ന ജ്യോതിർമയും ശിവാനിയും CKC ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവർക്ക് അയ്യോ എന്താ ഈശ്വര ഈ പറയുന്നതെന്ന് ആ ഞെട്ടിലോട് കൂടി നിൽക്കണം. അങ്ങനെ നിധി പറയണേ, നന്ദിയുണ്ട്, എപ്പോഴും ഈ കോടതിക്ക് മുന്നിൽ നീതി നടപ്പാക്കുന്ന ഈ കോടതിക്ക് മുന്നിൽ എൻ്റെ ഭർത്താവിനെ തെറ്റുകാരനല്ലെന്ന് വിശ്വസിച്ചതിൽ. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ പ്രതിയെ, അതായത് എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയ ആ പ്രതിയും അതിന് പിന്നിൽ കളിച്ചവരെ ഞാൻ ഈ കോടതിക്ക് മുന്നിൽ അടുത്ത കോടതി കൂടലിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ കോടതി കൂടലൊക്കെ കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയം നിധിയുടെ നേർക്ക് ശിവാനി അങ്ങ് എടുക്കുകയാണ്, എടി നീ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള നിൻ്റെ ഈ കളിയുണ്ടല്ലോ അതൊരിക്കലും ഞാൻ നടക്കില്ല. അപ്പോഴേക്കും നിധി പറയണേ, എടി നീ ഇവരെ ഇങ്ങനെ വിശ്വസിച്ചിരുന്നോ? ഈ നിൽക്കുന്ന നിൻ്റെ ആൻറ്റി അങ്കിൾ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരുണ്ടല്ലോ ഓരോ ദിവസവും നിൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കുകയാണ്. നീ എന്ന മരണം വന്നു കയറിയതിലും പിന്നെ പ്രണവിൻ്റെ ജീവിതം അന്നു മുതൽ കഷ്ടകാലമാണ്. അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും തിരിച്ചടിയാണ് നീ വന്നു കയറിയതിൽ മുതൽ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗൗതം കയറി വരികയാണ് കേട്ടോ.
കേട്ടോ. അപ്പോൾ ശിവാനി പറയണേ, എന്നെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്നെ സംരക്ഷിച്ചത് ഈ അങ്കിളും ആൻറ്റിയാണ്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ഇനിയിപ്പോൾ ഇവരാണ് കുറ്റക്കാരി എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ ഇത് പറയണത് ഇത് തന്നെയാണ് നിൻ്റെ പൊട്ടത്തരം, നീ ഇങ്ങനെ ആര് പറഞ്ഞത് വിശ്വസിക്കില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ ഭർത്താവിന്. അപ്പോഴേക്കും ജ്യോതിർമയി പറയണ, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട് ഇവള് വിതുമ്പി കരയുന്ന ആ ഒരു വേദന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. നിൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോൾ നിനക്ക് രക്ഷിക്കാനുള്ള നിൻ്റെ തത്രപ്പാടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇനി ഒളിപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്ന പ്രണവിനെ ഇവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്ക്, ഞങ്ങൾ വേണമെങ്കിൽ നിനക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ ഗൗതം അങ്ങോട്ടേക്ക് എത്താണ്. അപ്പോൾ ഗൗതം വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഗൗതം പറയണേ, എടി നീ എന്ന മാരണ എൻ്റെ അനിയൻ്റെ ജീവിതത്തിലോട്ട് വന്നത് മുതലാണ് എൻ്റെ അനിയന് കഷ്ടകാലം വന്നു തുടങ്ങിയത്. ഇപ്പം എൻ്റെ കുടുംബം തന്നെ ഛിന്ന ഭിന്നമാക്കി. ഈ CKCയെ നീ എന്ന് കൂട്ടുപിടിച്ചോ അന്ന് മുതൽ നീ എൻ്റെ അനിയനും കഷ്ടകാലം തുടങ്ങി. നീ വന്നതിൽ പിന്നെ എൻ്റെ അനിയന് കഷ്ടകാലമാണ്. അവന് തെറ്റു ശരിയും തിരിച്ചറിയാനുള്ള കഴിവില്ല. നിൻ്റെ കൂടെ കൂടിപ്പോയി അവനും കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നത്, ഇവളങ്ങ് ഈ ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് ഈ ശിവാനി എന്ന മാരണ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാവും എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ കഴുത്തിനങ്ങ് ഗൗതം പിടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജഡ്ജി അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. എന്താണ് ഈ കോടതിപ്പറമ്പിൽ വെച്ച് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാം. അപ്പോൾ ശിവാനി ഇങ്ങ് പൊട്ടിക്കറിയണം. അയ്യോ, നീതി നടപ്പാക്കുന്ന ജഡ്ജിന് മുന്നിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇയാളെ ശിക്ഷിച്ച് ജയിലിലോട്ട് ഇടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഇയാൾക്ക് കോടതി ഇവളുടെ വാക്ക് കേട്ട് നീതി നടപ്പാക്കിയത് കൊണ്ട് തന്നെ ഇയാൾ എന്നെ കോടതിപ്പറമ്പിൽ വെച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാനേട്ടാ. അപ്പോഴേക്കും ജഡ്ജി ചൂടാവുകയാണ്. എന്താ ഗൗതം ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളുടെ ഭാര്യയുടെ വാക്ക് കേട്ടാണ് നിങ്ങളുടെ ഭാര്യ ആവശ്യപ്പെട്ട ആ ഒരു ഡേറ്റ് ഞാൻ തന്നത്. എന്നാൽ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? കോടതിയുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും നിധി പറയണേ, ഇവർ മനഃപൂർവ്വം എൻ്റെ ഗൗതമിനെ അത്രത്തോളം മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഗൗതമിന് പ്രഷർ കയറിയതാണ്. അതിന് ഈ കോടതിക്ക് മുന്നിൽ ഞാൻ മാപ്പ് പറയുന്നു. എന്തായാലും കോടതി അനുവദിച്ച ആ ഡേറ്റിനുള്ളിൽ യഥാർത്ഥ പ്രതിയെ ഞാൻ ഈ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും എന്ന് പറയുമ്പോൾ കോടതി പറയുന്നത്, ശരി, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇത്ര നല്ലവനല്ല. ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ എനിക്ക് മുന്നിൽ കെഞ്ചുന്നത് കൊണ്ട് മാത്രം ഇനി നിങ്ങളൊരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് കോടതി ഒന്നും നോക്കില്ല, കണ്ണും ചെമ്പി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞിട്ട് ജഡ്ജി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ശിവാനി പറയാണ്, ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഈ കേസുണ്ടല്ലോ അത് ഞാൻ വാപ്പസ് വാങ്ങിക്കോളാം. എൻ്റെ പ്രണവിനെ ഒന്ന് വിട്ടു തന്നാൽ മാത്രം മതി. നിങ്ങൾ എൻ്റെ പ്രണവിനെ എവിടെ ഒളിപ്പിച്ച് വെച്ചെങ്കിൽ അങ്ങ് വിട്ടു താന്ന് നിധിയോട് ആവശ്യപ്പെടണം. അപ്പോൾ ഗൗതം പറയണേ, എവിടെയും ഞങ്ങൾ ആരും ഒളിപ്പിച്ച് വെച്ചിട്ടില്ലടി. നിൻ്റെ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ് നിൻ്റെ പ്രണവിനെ ചതിച്ചും കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം നിനക്ക് മനസ്സിലാവില്ല. അപ്പോഴേക്കും ശിവാനിക്ക് സംശയം തോന്നുമെന്ന് കാണുമ്പോൾ ജ്യോതിർമയി എന്ത് ചെയ്യാണ്, ശിവാനി ഓടി വന്നിട്ട് ശിവാനിയുടെ മുന്നിൽ വെച്ചിട്ട്, നിധി ഞാൻ എൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വേണ്ടിയിട്ട് പ്രണവിനെ എങ്ങനെയെങ്കിലും വിട്ടുകൊണ്ട്, പ്രണവ് പാവമാണ്, അവനെ നീ ശിക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുക. അപ്പോൾ ശിവാനി വീണ്ടും അവരുടെ ആ ഒരു വലയിൽ വീഴാണ് കേട്ടോ. ഇതേ സമയം ജഡ്ജി അവിടെ നിന്ന് പോവുകയും ചെയ്തല്ലോ. അപ്പോഴേക്കും ഗൗതമിന് ഇങ്ങനെ ദേഷ്യം വരികയെന്ന് കാണുമ്പോൾ നിധി പറയാണ്, ഗൗതം ഇവരുടെ വാക്കുകൾ ഓരോന്ന് കേട്ടാൽ ആർക്കും ദേഷ്യം വരും. അതുകൊണ്ട് ഗൗതം ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഗൗതം ഇവിടെ നിന്ന് പോയിക്കോ, ഇപ്പോൾ അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നിധി, നിന്നെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ പോകുന്നത്, നീ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. എന്തായാലും പ്രണവിനെ രക്ഷിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ജീപ്പിൽ കയറി ഗൗതം പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശിവാനി വീട്ടിലെത്തുന്ന ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ശിവാനി പറയണേ, ഇങ്ങനെ ആയാലും വെറുതെ വിടാൻ പാടില്ല. ഗൗതം ഒറ്റ ഒരാൾ എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു, അവനെ എൻ്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയതും പോരാ, എന്നെപ്പെട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ജ്യോതിർമയി ആ വാക്കുകൾക്ക് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ് ഈ പറയുന്നത്, വല്ലാതെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, അവൻ ഒറ്റ ഒരാളാണ്, ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നിധിയാണ്. ഈ നിധി എന്ന് പറയുന്നവളുടെ ഭർത്താവ് ജയിലിലായപ്പോൾ അവൾക്ക് എന്തൊരു സങ്കടമാണ്. അപ്പം എൻ്റെ മാനസികാവസ്ഥ അവൾ മനസ്സിലാക്കുന്നില്ല. എന്ന് പ്രണവിനെ കാണാതായതാണ്, പ്രണവില്ലാതെ നീ ഇവിടെ കരയുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. അവളുടെ ഭർത്താവിനെ കോടതി ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കുള്ള ആ ഒരു ടെൻഷൻ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂർച്ച കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം കൂടി വരിക. അപ്പോൾ ശിവാനി പറയുന്നത്, ഗൗതം എന്ന വ്യക്തി അങ്ങ് കൊല്ലണം എൻ്റെ അങ്കിൾ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേൾക്കുന്ന ജ്യോതിർമയ്ക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. ശരിയാണ്, കൊല്ലുക തന്നെയാണ് വേണ്ടത്, നീ പറഞ്ഞതാണ് സത്യം. പക്ഷേ നമുക്ക് ഒരാളെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ. എത്രയായാലും നിൻ്റെ ഭർത്താവിൻ്റെ അനിയനെ,
സോറി നിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയത്ത് കേട്ട ഉടനെ തന്നെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു ജ്യേഷ്ഠൻ അനിയനോട് ചെയ്യുന്ന പ്രവൃത്തിയൊന്നല്ലല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത്, കൊല്ലുക തന്നെ വേണം. സിക്കസി പറയണ ആരും പറയുന്നത് ശിവാനി പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം ഭർത്താവിനെ എവിടെ നിന്ന് അറിയാതെ ശിവാനി സങ്കടപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും അവളുടെ ഭർത്താവിനെ രക്ഷിക്കാനല്ലേ നോക്കുന്നത് നിധി. അപ്പോൾ ശിവാനി പറഞ്ഞത് യാതൊരു തെറ്റുമില്ല, ഈ പറയുന്ന ഗൗതമിനെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ശിവാനി പറയുന്നത് ശരിയാണ്, കൊല്ലണം. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ ഗൗതം എന്ന വ്യക്തിയെ ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.